ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 75ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകമൊന്ന് വായിക്കാം. പ്രകൃതി ജലം തനുഫേനം ആഴിയാത്മാവഹമഹമെന്നലയുന്നതും ഊർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തു താൻ നുകരുവതാം അമൃതായതിങ്ങു നൂനം. സാരം: പ്രകൃതിയാകുന്ന ജലത്തിൽ ശരീരം കുമിളകളാണ്, ആത്മാവ് സമുദ്രമാണ്. ഞാൻ എന്ന തോന്നലുണ്ടാക്കുന്നത് ജലകണങ്ങളാണ്. ഉള്ളിൽ വിരിയുന്ന എല്ലാ അറിവും മുത്തു തന്നെ. നാം നിശ്ചയമായിട്ടും ഇവിടെ ഇത് അമൃതായി തന്നെ അനുഭവിക്കുന്നു. ഇതിനെ ഒന്ന് നമുക്ക് വ്യക്തമായി പഠിക്കാം. പ്രകൃതി ജലം തനുഫേനം ആഴിയാത്മാ. അതായത് ഗുരു പ്രകൃതിയെയും തന്നെയും ഈ ശ്ലോകത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളെ കുറിച്ചറിയുന്നു. നമ്മുടെ ഈ സാക്ഷരതാ കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പന്നർ എന്നഭിമാനിക്കുന്ന കേരളീയർക്ക് അവനവനെ കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. നാം ആരാണ്, പ്രപഞ്ചത്തിലെ ഏതൊരംശമാണ് ഞാൻ എന്നൊന്നും നമുക്കറിയില്ല. ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർ മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നാം അധിവസിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെക്കുറിച്ചുമുള്ള അറിവ് പരിമിതമാണ്. ഒരു യൂണിവേഴ്സിറ്റിയും ആ അറിവ് തരുന്നില്ല. എന്നാൽ തത്വചിന്ത ഇത് നമ്മെ പഠിപ്പിക്കുന്നു. യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുന്നു എന്നതാണ് തത്വചിന്താ വിഷയം. തന്നെക്കുറിച്ചുള്ള അന്വേഷണമാണ് തത്വചിന്ത. ഞാൻ ആരാണെന്ന് നാം അന്വേഷിച്ചറിയുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചും നമുക്കറിയാൻ പറ്റുന്നു. ആധ്യാത്മികതയിലും ഈ രണ്ട് കാര്യങ്ങൾ ജിജ്ഞാസു ഗുരുവിൽ നിന്ന് അറിയുന്നു. ഗുരു തന്നെയും പ്രപഞ്ചത്തെയും അറിഞ്ഞവനാണ്. ആത്മസാക്ഷാത്കാരം നേടിയ ഗുരു തന്നെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും അറിഞ്ഞവരാണ്. നാം സാധാരണ മനുഷ്യർ നമ്മളുടെ നിലനിൽപ്പിനാവശ്യമുള്ള ജീവസന്ധാരണത്തിനുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതായത് താൻ ആരാണെന്ന് ഒരു ജിജ്ഞാസു സാധന ചെയ്ത് സ്വന്തം ഉണ്മയെ ബോധ്യപ്പെട്ട് ആത്മസാക്ഷാത്കാരം നേടിയവരാണ് ഗുരു മനുഷ്യനെ ഇത് സാധ്യമാകൂ എന്നതാണ്. താൻ ആരാണെന്നും പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഗുരുവിൽ നിന്ന് അറിയേണ്ടത്. പ്രകൃതിയാകുന്ന ജലം, പ്രകൃതി ജലം, ജലത്തിലെ തനുഫേനം, അതായത് ശരീരം കുമിളയാണ്. നാം ഓരോരുത്തരും പ്രപഞ്ചമാകുന്ന ജലത്തിലെ കുമിളകളാണ്. സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണമാണ് ഗുരു പറയുന്നത്. പ്രകൃതിയാകുന്ന ജലത്തിലെ കുമിളക്ക് സമാനമാണ് നമ്മുടെ ശരീരം. കുമിളയുണ്ടാകുന്നതും അതിൻ്റെ നിലനിൽപ്പും നാശവും നമുക്കറിയാം. വളരെ കുറച്ച് സമയമാണ് കുമിളയുടെ നിലനിൽപ്പ്. കുമിളയുടെ ആയുസ് വളരെ കുറവാണ്. അതിനെ നാം വളരെ നിസ്സാരമായി കാണുന്നു. ഇതുപോലെ പ്രകൃതിയെ ജലമായി കാണുമ്പോൾ ജലത്തിൽ അസംഖ്യം കുമിളകൾക്ക് സാധ്യതയുണ്ട്. കുമിളയുടെ ദൈർഘ്യം വളരെ കുറവാണ്. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ദൈർഘ്യം. കുമിളക്ക് സമാനമാണ്. നമ്മുടെ സ്വത്തും പദവിയും അഭിമാനവും എത്ര കാലത്തേക്കാണ്? നൈമിഷികമായതാണ് ഈ ജീവിതം. ആയുസ്സിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് വളരെ തുച്ഛമാണ്. അതുകൊണ്ട് നല്ല കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. മരണം സുനിശ്ചിതമാണ്. കുമിള വേഗം പൊട്ടും, ചിലത് കുറച്ച് സമയം നിലനിൽക്കും. മരണം കൂടെയുണ്ട്. നമ്മുടെ ആയുസ് ദൈർഘ്യം വളരെ കുറവാണ്. ആഴി ആത്മാ, ആഴി ആത്മാ, ആത്മാവ് അപാരമാണ്. പ്രകൃതിയിലെ അപാരതയാണ് ആത്മാവ്. പ്രകൃതിയാകുന്ന ജലത്തിലെ ആത്മാവ്, പ്രകൃതിയുടെ അപാരതയാണ് ആത്മാവ്. പ്രകൃതിയാകുന്ന
ജലത്തിലെ കുമിളയാണ് നമ്മുടെ ശരീരം എന്ന് നാം പഠിച്ചു. ശരീരം പേറുന്ന ആത്മാവ് സാഗരത്തിന് സമാനമാണ്. ആത്മാവാകുന്ന സാഗരത്തിലെ ചെറിയൊരു കുമിളയാണ് ഈ ശരീരം. ശരീരം കുമിളക്ക് സമാനമാണ്. നൈമിഷികമാണ് കുമിളയുടെ ആയുസ്. പ്രകൃതിയാകുന്ന ജലത്തിൽ ആത്മാവാകുന്ന സാഗരത്തിലെ ഒരു കുമിളയാണ് ഞാൻ. ശരീരത്തിൻ്റെ പ്രസക്തിയുണ്ട്. ആത്മാവിനെ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നതാണ് ശരീരത്തിൻ്റെ പ്രസക്തി. പ്രകൃതി ജലമാണ്. ജലത്തിൻ്റെ അപാരമായ സാഗരമാണ് ആത്മാവ്. ശരീരം കുമിളയാണ്. ആത്മാവാകുന്ന ജലസാഗരത്തിൽ രൂപം കൊള്ളുന്ന കുമിളകളാണ് ശരീരങ്ങൾ എന്നു നാം പഠിച്ചു. അഹമഹമെന്നലയുന്ന ദൂർമിജാലം. ഇനി ഞാൻ എന്ന തോന്നൽ ഉളവാക്കുന്നത് അലയുന്ന ജലകണികളാണ്. ഊർമിജാലം എന്ന് പറഞ്ഞാൽ ജലകണികകൾ. അലയുന്ന ജലകണികകൾക്ക് ഇരിപ്പിടമില്ല, അസ്തിത്വമില്ല. ഞാൻ എന്ന അഹന്ത സാഗരമായ എന്നെ വെറും കണികയാക്കുന്നു. ഞാൻ ആത്മാവാകുന്ന സാഗരമാണ് എന്ന ബോധമാണ് നമുക്ക് വേണ്ടത്. എല്ലാം അറിയുന്ന ഗുരു പറയുന്നു, നീ ജലകണികയല്ല, നീ ആത്മസാഗരം എന്ന തിരിച്ചറിവിലേക്ക് എത്തണം. അറിവാകും. ഇനി അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ. ആത്മസാഗരത്തിൽ മുങ്ങിത്താഴ്ന്നവർക്ക് അറിവാകുന്ന മുത്തും ജ്ഞാനമാകുന്ന പവിഴമെല്ലാം കിട്ടുന്നത്. ലളിതമായ ഉദാഹരണത്തിലൂടെ ഗുരു പറയുന്നു, അകമലരാർന്നറിവൊക്കെ മുത്തു. അകമലർ അതായത് ഉള്ളിൽ വിരിയുന്ന പൂക്കൾ, അറിവ്. സുന്ദരമായ മധു നിറഞ്ഞ സൗരഭ്യമുള്ള പൂക്കൾ നമ്മുടെ ഉള്ളിലുണ്ട്. അറിവ് മുത്താണ്, പവിഴമാണ്. താൻ നുകരുവതാം അമൃതായതിങ്ങു ന്യൂനം. അതായത് ആത്മസാഗരത്തിലെ അടിത്തട്ടിലുള്ള അറിവാകുന്ന മുത്തുകളെ പാനം ചെയ്യുകയാണ് ഗുരു. നാമും ആത്മസാഗരത്തിൻ്റെ മുകളിൽ പാറി നടക്കുന്ന ജലകണികകളായി ഞാനെന്ന ഭാവത്തിൽ അലഞ്ഞു നടക്കുന്ന ഞാനെന്ന അഹന്ത ശമിക്കുമ്പോൾ ജലസാഗരത്തിൽ പതിക്കുന്നു. ഗുരു നമ്മെ ഉപദേശിക്കുന്നു, ആത്മസാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകണം. അറിവാകുന്ന മുത്തും ജ്ഞാനമാകുന്ന പവിഴവും ആസ്വദിക്കണം. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. നിന്റെ ചൈതന്യമാകുന്ന സാഗരത്തിൽ ഞങ്ങൾ ആഴണം. സാഗരത്തിലെ അടിത്തട്ടിലെ മുത്തും പവിഴവും ആസ്വദിക്കുവാൻ വേണ്ടി ഞങ്ങളെ ആത്മസാഗരത്തിൽ ആഴ്ത്തണം. ഇതാണ് ദൈവദശകത്തിലെ ഒരു സാഗരത്തിലൂടെ ഗുരു പഠിപ്പിക്കുന്നത്. 2 സാഗരങ്ങളെക്കുറിച്ചാണ് ദൈവദശകത്തിൽ പറയുന്നത്. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ധി. സംസാരസാഗരം. നമ്മെ ദൈവമേ നീ സംസാരസാഗരത്തിൽ നിന്ന് പൊക്കി ആത്മസാഗരത്തിൽ ആഴ്ത്തണം. ഭവാബ്ധിയിൽ നിന്ന് മോചിതരായി ആത്മസാഗരത്തിൽ വാഴണം. ആഴുന്നതിനനുസരിച്ച് നിത്യസുഖം വാഴുന്നു, നിത്യാനന്ദം ലഭിക്കുന്നു. ഗുരു ഈ അമൃത് നുകരുന്നു. ആത്മസാഗരത്തിൽ ആഴ്ന്ന് അറിവാകുന്ന മുത്ത് നുകർന്ന് അമൃതായി വാഴുന്നു. ഇന്നും ഗുരു അതുകൊണ്ട് സജീവമാണ്. 2 നൂറ്റാണ്ട് കഴിഞ്ഞു. ഗുരു അനശ്വരതയെ പ്രാപിച്ചു. നമുക്ക് ആത്മസാഗരത്തിൽ ആഴ്ന്ന് വാഴാൻ ഗുരുകൃതികൾ നമ്മെ സഹായിക്കട്ടെ.
അതിന് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.